ഹലോ ഗൈസ്, അങ്ങനെ ലൈവിലെ ചെറിയ സംഭവങ്ങളൊന്ന് പറയാനായിട്ട് വന്നതാണ്. അപ്പോൾ ക്യാപ്റ്റൻസി ടാസ്ക് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ എവിക്ഷൻ നോമിനേഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എവിക്ഷനിൽ അക്ബർ, ഷാനവാസ്, ലക്ഷ്മി, നെവിൻ, നൂറ, ആര്യൻ ഇത്രയും പേരാണ് ഈ ആഴ്ചത്തെ എവിക്ഷൻ നോമിനേഷൻ ലിസ്റ്റിലുള്ളത്. അപ്പോൾ ക്യാപ്റ്റൻസി ടാസ്ക് ഇങ്ങനെ നീണ്ടു പോകുന്നതല്ലാതെ ആരും ഈ ഒരു പിടിവള്ളി എന്ന് പറയുന്ന ഈ ടാസ്ക് വിടാൻ ഭാവമില്ലായിരുന്നു. വളരെ 3 പേരും ജയിക്കണം എന്നുള്ള വളരെ കോമ്പറ്റീഷൻ സ്പിരിറ്റോടുകൂടി കളിച്ചു എന്ന് തന്നെ പറയാം. അപ്പോൾ അതിനിടയ്ക്ക് നെവിൻ കയറി കളിക്കാൻ നോക്കിയെന്ന് പറഞ്ഞാൽ എങ്ങനെയെങ്കിലും അനുമോളെ പുറത്താക്കാൻ എന്നുള്ളതാണ് നെവിൻ്റെ എനിക്ക് തോന്നുന്നു പ്രധാന അജണ്ട. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഓപ്പൺ നോമിനേഷനായിരുന്നു. ഈ ക്യാപ്റ്റൻസി ടാസ്കിൽ പങ്കെടുത്ത 3 പേർക്ക് ഓപ്പൺ നോമിനേഷനായിരുന്നു. അപ്പം ബാക്കിയുള്ളവരെല്ലാം കൺഫ്യൂഷൻ റൂമിലായിരുന്നു. അപ്പോൾ ഓപ്പൺ നോമിനേഷനിൽ നമ്മുടെ അനുമോള് നെവിനെയാണ് നോമിനേറ്റ് ചെയ്തത്, നെവിനെ ആൻഡ് അക്ബറെ. അതുപോലെ തന്നെ സാബു മോനും നെവിനെയും അക്ബറിനെയാണ് നോമിനേറ്റ് ചെയ്തത്. അപ്പോൾ അതിൻ്റെ ദേഷ്യം കൊണ്ട് ആരിനെ ജയിപ്പിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി നെവിൻ അതിനെ ഇടയ്ക്ക് കയറി കയറി വലിച്ചു, എങ്ങനെ താഴെ വീണു. എല്ലാം കൊണ്ടും ചടപടാന്ന് പറഞ്ഞ് എല്ലാവരും മറിഞ്ഞു വീണു. അവിടെ തന്നെ മണിക്കൂറുകളോളം കിടക്കുന്ന ഒരവസ്ഥയായിരുന്നു. ലാസ്റ്റ് അത് ആര്യൻ നല്ല കംഫർട്ടായിട്ട് ആര്യൻ അവിടെ ഇരിക്കാൻ പറ്റി. പക്ഷെ മറ്റ് 2 പേർക്കും ഭയങ്കര ബുദ്ധിമുട്ട്. കാരണം ഭയങ്കരമായിട്ടങ്ങ് കിടന്നു. നെവിൻ ഭയങ്കരമായിട്ട് ഈ കയർ ഇങ്ങനെ കയ്യിൽ കുരുക്കി വെച്ചിട്ട് അതിൻ്റെ പുറത്തേക്ക് കിടന്നപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ലാസ്റ്റ് അനീഷ് പറഞ്ഞു, നെവിനെ നിങ്ങൾ ചെയ്യുന്നത് ശരിയല്ല, നിങ്ങൾ എന്താണ് ഈ കാണിക്കുന്നത്? ഇവർ 3 പേരും കൂടി നിങ്ങളെ പിടിച്ച് വലിച്ചു കഴിഞ്ഞാൽ കയറ് മുറുകും, നിങ്ങൾക്ക് തന്നെയാണ് അത് പരിക്ക് പറ്റുന്നത് എന്നൊക്കെ പറഞ്ഞു. നോക്കി എവിടെ നെവിൻ അനീഷിനെ, നിങ്ങളാരാണ്? നിങ്ങളിവിടുത്തെ മാനേജറാണ്, നിങ്ങളൊരു വെറും കണ്ടസ്റ്റൻ്റാണ്, ഇവിടെ വന്നൊന്ന് ചിലക്കാതെ എന്നൊക്കെ പറഞ്ഞിട്ട് നെവിൻ അനീഷിനെ ചൂടായി. ലാസ്റ്റ് അനീഷ് മാക്സിമം പറഞ്ഞു നോക്കി, പക്ഷേ ക്യാപ്റ്റൻ ഇടപെടാൻ തയ്യാറായില്ല. ക്യാപ്റ്റൻ ഒരു കസേരയിട്ട് അതിൻ്റെ അടുത്തിരിക്കുന്നു. നൂറ ഇരുന്നിട്ട് അനുമോളോട് പറയുന്നത്, നീ മിണ്ടാതിരിക്കുക, നീ ഒന്ന് ക്ഷമിക്കുക, ഇത് ക്ഷമയുടെ കളിയാണ് എന്നൊക്കെ പറയുന്ന കേട്ടു. അങ്ങനെ ലക്ഷ്മിയും ഒരു കസേരയിട്ട് ഇവരുടെ ഈ ഒരു ചടങ്ങ് കാണാൻ വേണ്ടി അവിടെ ഇരിപ്പുണ്ടായിരുന്നു. അനീഷ് മാക്സിമം പറഞ്ഞു. ലാസ്റ്റ് പിന്നീട് ബിഗ് ബോസ് തന്നെ ഇടപെട്ടിട്ട് നെവിനോട് ഇടപെട്ട് അനൗൺസ് ചെയ്തു, ക്യാപ്റ്റൻസി ടാസ്ക് കുളമാവാതെ ക്യാപ്റ്റൻസി ടാസ്ക് നന്നായിട്ട് നടക്കാൻ വേണ്ടിയിട്ട് ഇതിനകത്ത് ആരും ഇതിനകത്ത് ഇൻ്റർഫിയർ ചെയ്യാതിരിക്കാൻ ക്യാപ്റ്റൻ ഇടപെടണമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ക്യാപ്റ്റൻ ഇടപെട്ടു. ലാസ്റ്റ് നെവിനെ എഴുന്നേൽപ്പിച്ചു. ലാസ്റ്റ് വീണ്ടും നീണ്ടു പോകുന്നുണ്ടപ്പോൾ ഇവർ 3 പേരെ കൈ നീട്ടി പിടിച്ചൊരു ടാസ്ക്കായിട്ട് നിർത്തി. കൈ ഇങ്ങനെ നീട്ടി പിടിച്ചുകൊണ്ട് അവരെ നിർത്തി. ഏറ്റവും ആദ്യം കൈ താക്കുന്ന അല്ലെങ്കിൽ ബെൻഡ് ചെയ്യുന്ന ആൾ ഔട്ടാകുമെന്നുള്ളത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നന്നായിട്ട് ചെയ്തതായിരുന്നു. കൈ ബെൻഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അങ്ങനെ ആരും കുറച്ച് മടങ്ങി. ഇപ്പം നമ്മൾ ഈ ഒരു പിക്സ് കാണുമ്പോഴും ആരും മടങ്ങിയിരിക്കണം. ഏറ്റവും സ്ട്രെയിറ്റ് ആയിട്ട് ചെയ്തിരിക്കുന്നത് നമ്മുടെ ആരാണ്? സാബുമാനാണ്. പിന്നെ അനുമോള് കുറച്ച് താത്താണ് വെച്ചിരുന്നത്. പക്ഷേ ഷോൾഡർ ലെവൽ, അനുമോൾക്ക് നീളമില്ലല്ലോ, അപ്പോൾ ഷോൾഡർ ലെവലായിരുന്നു. അങ്ങനെ പൊക്കണമെന്ന് പറഞ്ഞിട്ട് അതൊരു വലിയ പ്രശ്നമായിരുന്നു. എന്ത് തന്നെയായാലും ആദില ലാസ്റ്റ് പറഞ്ഞു അനുമോള് കൈ ബെൻഡ് ചെയ്തു, ഔട്ടാക്കി എന്ന് പറഞ്ഞു. അങ്ങനെ ഔട്ടായി. അനുമോളെ അവർ പുറത്താക്കി. അപ്പോൾ അനുമോള് അത് ആദ്യം സമ്മതിച്ചു കൊടുത്തില്ല, പറഞ്ഞു ബിഗ് ബോസ് പറഞ്ഞെങ്കിലും ഞങ്ങൾ പുറത്താവും എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഇവർ തന്നെ കോൺവെർസേഷനിലും അനുമോളോട് കൂടുതൽ അനുമോളുടെ എല്ലാ കാര്യത്തിലും ഇടപെടരുത് എന്നൊക്കെ പറഞ്ഞ് ആദിലയും നൂറയും ലെസ്ബിയൻസ് ദമ്പതികൾ ഇങ്ങനെ കോൺവെർസേഷനിൽ പറയുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇനി ഷാനവാസ് ഞാൻ അടുത്ത ഒരു വീഡിയോ ഇടാം, അവിടെ ഒരു കൺഫെഷൻ നടക്കുന്നുണ്ട്. ഇപ്പം ലൈവിലൊരു നല്ലൊരു അടിയായിരുന്നു. ആദില, നൂറ ആൻറ്റി ഷാനവാസുമായിട്ട് ചേർന്നിട്ട് അവർ തമ്മിലൊരു വലിയ വഴക്ക് നടന്നു. അപ്പോൾ ഈ ഗെയിം കഴിഞ്ഞ് ക്യാപ്റ്റൻസി ടാസ്കിൽ ലാസ്റ്റ് നമ്മുടെ സാബുമാനാണ് ജയിച്ചത്. ആര്യനും തോറ്റു. അപ്പോൾ ആര്യൻ തോറ്റു കഴിഞ്ഞപ്പോഴത്തേക്ക് ആര്യന് ദേഷ്യം വന്നു. കാരണം ഇമ്മ്യൂണിറ്റി പവർ ഉണ്ട്, ആദ്യം തന്നെ ഇമ്മ്യൂണിറ്റി ഉണ്ടെന്ന് പറഞ്ഞാൽ ആര്യൻ ഇപ്പോൾ മറ്റ് 2 പേരും ഈ പ്രാവശ്യത്തെ എവിക്ഷൻ നോമിനേഷനില്ല, ആര്യൻ മാത്രമാണുള്ളത്. അപ്പോൾ ആര്യന് ക്യാപ്റ്റൻ ആയിക്കഴിഞ്ഞാൽ ഇമ്മ്യൂണിറ്റി കിട്ടും എന്നുള്ളത് കൊണ്ട് അക്ബറും നെവിനും ഒരുപാട് സപ്പോർട്ട് ചെയ്തു. പക്ഷേ കാരണം ആര്യനും കൂടി ഇല്ലെങ്കിൽ ആര്യൻ്റെ വോട്ട് ഇവർക്ക് കിട്ടുമല്ലോ എന്നുള്ളതായിരിക്കാം, വോട്ട് സ്പ്ലിറ്റ് ചെയ്യുക എന്നുള്ളത് കൊണ്ടായിരിക്കാം അങ്ങനെ ചെയ്ത്. എന്തായാലും ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തു. പക്ഷേ ആര്യൻ തോറ്റു. നമ്മുടെ സാബുമാനാണ് ജയിച്ചത്. അപ്പോൾ നെക്സ്റ്റ് ഇട്ടിട്ട് വന്നിരിക്കും. ബായ്.